തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ജോർജ് സോറോസിനെ എല്ലാവരും മറന്നു. അപ്പോൾ അമേരിക്കൻ തിരഞ്ഞെടുപ്പൂടെ കഴിഞ്ഞപ്പോൾ ആ തുടക്കത്തിൽ ഡീപ് സ്റ്റേറ്റ് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ജോർജ് സോറോസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ കേൾക്കുന്നില്ല. ജോർജ് സോറോസിനെ ശരിയാക്കും ട്രംപ് എന്ന് പറഞ്ഞു, മോദിയും ശരിയാക്കും എന്ന് പറഞ്ഞു. ട്രംപ് വന്നതോടുകൂടി മോദിക്ക് കൂടുതൽ കരുത്ത് കിട്ടി. എന്നിട്ട് സോറോസിനെതിരെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇന്ത്യ. ബാംഗ്ലൂരിൽ നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3 സ്ഥലത്ത് EDയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോറോസിന്റെ സ്ഥാപനങ്ങളിൽ. അതായത് മോഡി പണി തുടങ്ങി സോറോസിനെതിരെ. സത്യത്തിൽ മോദി 2016 തന്നെ പണി തുടങ്ങിയിരുന്നു. ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഈ വാച്ച് ലിസ്റ്റിൽ ഇട്ടിരുന്നു. അത് ഇവിടെ നടത്തുന്ന, അതായത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു NGOയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് മുൻകൂർ അനുമതി വേണം എന്ന് പറഞ്ഞൊരു നിയന്ത്രണം കൊണ്ടുവന്നു അന്ന്. ഈ നിയന്ത്രണത്തിനെതിരെ 2020 ഡൽഹി ഹൈക്കോടതിയിൽ സോറോസ് പോയിരുന്നു, ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ. അപ്പോൾ ഞങ്ങളെ മാത്രം എന്തിനാണ് ഇങ്ങനെ വാച്ച് ലിസ്റ്റിലിടുന്നത്, നിയന്ത്രിക്കുന്നത്, ഞങ്ങളോട് എന്തിനാണ് മുൻകൂർ അനുമതി ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അനുകൂല വിധിയൊന്നും ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല. മാത്രമല്ല ഇവിടെ ഈ 2009 ഇന്ത്യയിൽ രംഗത്ത് വരുമ്പോൾ 1999 മുതലേ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. തുടക്കത്തിൽ ഈ പിള്ളേർക്ക് ഗവേഷണത്തിന് സ്കോളർഷിപ്പ് കൊടുക്കുക, ഗ്രാൻഡ് കൊടുക്കുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. അത് നന്നായിട്ട് മോദി വന്ന ശേഷം അതിൽ വലിയ നിയന്ത്രണം വന്നിരുന്നു, അത്തരം NGOകൾക്ക് പൈസ കൊടുക്കുന്ന. പിന്നെ ഇവർ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് പൈസ കൊടുക്കുന്ന വെഞ്ചർ ക്യാപിറ്റൽ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഈ കാർഷിക രംഗത്ത് ഈ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ എങ്ങനെയും ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുക, സ്റ്റാർട്ടപ്പ് രംഗത്തോ കാർഷിക രംഗത്തോ ഒക്കെ ഈ വിദ്യാഭ്യാസ രംഗത്തു നിന്ന് മാറിയിട്ടുമൊക്കെ അങ്ങനെ വെഞ്ചർ ക്യാപിറ്റൽ കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള സീഡ് ഫണ്ടിങ്, ആദ്യത്തെ പൈസ കൊടുക്കുമല്ലോ, മൂലധനം എന്ന് പറയാം. അതെ. കാരണം പുതിയ പിള്ളേരൊക്കെ ആയിരിക്കും തുടങ്ങുന്ന, അവരിൽ പൈസ ഉണ്ടാവില്ല, ആശയം ഉണ്ടാവും. ഈ ആശയം അവർ വന്ന് കേൾക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ മറ്റേ ഇൻക്യുബേഷൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥാപനങ്ങളാണിപ്പോൾ ഈ ബാംഗ്ലൂരിൽ അവർക്കുള്ളത്. എൻ്റെ അറിവനുസരിച്ചിട്ട് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനത്തിലാണ് പ്രധാനമായിട്ടും റെയ്ഡ് നടക്കുന്നത്. അതുൾപ്പെടെ 3 ഈ സ്ഥാപനങ്ങളിൽ ഫണ്ട് വന്നിട്ട് ഇവർ ഇന്ത്യയിൽ അവർക്ക് ഈ CAO എങ്ങനെയാണെന്ന് വെച്ചാൽ വൃത്തികേട് കാണിക്കാവുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വിതരണം ചെയ്യുന്ന, അത് സുഡാപ്പി ലെഫ്റ്റിസ്റ്റുകൾക്കാണ് കൊടുക്കുന്നത്. അതെ, അവർക്ക് വിതരണം ചെയ്യുന്ന ആ മൂലസ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെയാണ് ബംഗളൂരുവിൽ ഈ റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്. ഫെമ വയലേഷൻസ് എന്നാണ് ED പറയുന്നത്. ED റെയ്ഡാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫെമ വയലേഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനകൾ നിന്നൊക്കെ ഇങ്ങോട്ട് പൈസ വന്നിട്ടുണ്ട്, അങ്ങോട്ട് പൈസ പോകുന്നുണ്ട്. ഈ റെയ്ഡ് രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനകളുമായി കൂടി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ലെങ്കിലും, കാരണം ED ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, രാജ്യാന്തര മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ ഇപ്പോൾ ഇല്ല. കറക്റ്റാ, ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പേര് എന്നോട് ഒരാൾ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഇന്ത്യയിലുണ്ടോ അവരുടെ ഓപ്പറേഷൻസ് ഇല്ല. പക്ഷെ ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള സംഘടനകൾ, ഗ്രീൻ പീസ് ഒക്കെ പൂട്ടി. പിന്നെ പെറ്റ കേരളത്തിലെ ഉത്സവങ്ങൾ തകർക്കാൻ വേണ്ടി ആന ഉപയോഗിക്കരുത്, കരിമരുന്ന് പാടില്ല, കരി പാടില്ല എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കുന്ന പെറ്റ അമേരിക്കൻ സാധനമാണ്. അമേരിക്കൻ അല്ല, ഡീപ് സ്റ്റേറ്റിന്റെ സാധനമാണ്. പക്ഷെ ആംനസ്റ്റി ഇന്റർനാഷണലിനെയൊക്കെ ഇവര് ഈ ബാംഗ്ലൂർ വഴി സഹായിച്ചിരുന്നതായിട്ട് നമ്മൾ കുറച്ച് പഴയ 1999 മുതലുള്ള കണക്കെടുത്തിട്ടുണ്ടാവുമല്ലോ ED. അപ്പോൾ ആ സമയത്ത് ആംനസ്റ്റിയും വന്നിട്ടുണ്ടാവും. ആംനസ്റ്റിയുടെ പേര് എന്നോട് ഈ റൂട്ട് ബ്രിഡ്ജിന്റെ പേര് പറഞ്ഞ ആൾ പറഞ്ഞിരുന്നു, അതും കൂടിയൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ് എന്ന് പറഞ്ഞു. നിരോധിക്കുന്നതിന് മുമ്പുള്ള ഇടപാടുകളും കൂടി നോക്കിയിട്ടുണ്ടാവും. ഈ 2021 $4,06,000 ഇവിടെ സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ്, റിസർച്ച് ഇതിന് ഈ സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ
ചിലവാക്കിയതായിട്ട് കണക്കുണ്ട്, ഡാറ്റയുണ്ട്. 2014 ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇന്ത്യയിൽ ഗ്രാൻഡുകൾ കൊടുക്കുന്ന രംഗങ്ങൾ മാറ്റി. നേരത്തെ പിള്ളേർക്ക് ഗവേഷണത്തിന് കൊടുക്കുന്നതായിരുന്നെങ്കിൽ മെഡിസിൻ, ജസ്റ്റിസ് ഫോർ റിഫോംസ്, സ്ട്രെങ്തനിങ് ഹ്യൂമൻ റൈറ്റ്സ് പബ്ലിക് സർവീസസ്, പിന്നെ കമ്മ്യൂണിറ്റി ലിവിങ്, സൈക്കോ ഡിസബിലിറ്റീസ്, ഇങ്ങനെയൊക്കെ ഈ സംഗതി പെട്ടെന്ന് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ പേരുകൾ ഈ രംഗങ്ങളിലൊക്കെയാണ് ചിലവാക്കുക എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്താണ് സഹായിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ NGOകൾക്ക് കാശ് വരുത്തിയിട്ട് ഈ വക ഇന്ത്യൻ ദേശീയതയെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ചെയ്തതുപോലെ പോഷക സംഘടനകൾ ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ ലംഘനമാണ് നടന്നതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ലോക്സഭയിലൊക്കെ അടുത്ത കാലത്ത് നടന്ന ചർച്ചകളൊക്കെ ഉണ്ടല്ലോ, ഈ സോറോസുമായി ബന്ധപ്പെട്ട് സോറോസ് OCCRP, ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്ന സംഘടന, ആ സംഘടന ഈ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുമ്പോഴൊക്കെ രാഹുൽ ഗാന്ധിക്ക് വേണ്ട റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന പരിപാടിയൊക്കെ സോറോസ് എൻ്റെ ആഭിമുഖ്യത്തിൽ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്, അദാനിക്കെതിരായ റിപ്പോർട്ടുകൾ, ഇതിനു വേണ്ടി കോൺഗ്രസ്സുകാരുടെ സഹായം, സാം പിത്രോദയുടെ അമേരിക്ക എന്നുള്ള സഹായം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ ലോക്സഭയിൽ ഈ പല ആളുകളും BJPയുടെ മെമ്പേഴ്സ് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഈ റെയ്ഡിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ കോപ്പ് കൂട്ടുന്നുണ്ടാവുമല്ലോ, ഇത് മുഴുവൻ എടുത്തിട്ട് വേണമല്ലോ റെയ്ഡിന് പോകാൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ CIA കാലം ഉൾപ്പെടെ ഇവർ ചെയ്തിട്ടുണ്ട്. കശ്മീരിൽ തീവ്രവാദത്തിന് സോറോസ് പണം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമാണല്ലോ. ഏതായാലും സോറോസിൻ്റെ സമയം അത്ര നന്നായിട്ടില്ല, വളരെ മോശമായി വരികയാണ്. അത് വലിയ ദുരന്തത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് എത്രമാത്രം ആഘാതമാണ് ട്രംപ് വന്നതിന് ശേഷം സോറോസിൻ്റെ ഡീപ് സ്റ്റേറ്റിനുണ്ടായത് എന്ന് പറയാറായിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം ചിലർ പറയാറുണ്ട്, ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ റിയാലിറ്റിയാണ്. ഓരോ സർക്കാരിനും ട്രംപ് ഉള്ളപ്പോഴും വേണം, ട്രംപിൻ്റെ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടാവും. ട്രംപിൻ്റെ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമല്ലേ ഇലോൺ മസ്ക്. അപ്പോൾ ഇത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ്. അത് ഒന്നല്ല, ഒന്നിലേറെയുണ്ട് എന്ന് പറയാം. അത് ആഗോളമായി രാജ്യാന്തര തലത്തിൽ അതിൽ ഒരു സോറോസിന്റെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഇസ്ലാമികവും ലെഫ്റ്റും ഒക്കെ ആയിരിക്കും. അതെ, ഇപ്പോൾ ട്രംപിന് അങ്ങനെ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടെങ്കിലും അത് മുഴുവൻ നമുക്ക് അനുകൂലമാവണമെന്നില്ല. എന്നാൽ താരതമ്യേന സോറോസ് മുന്നോട്ട് വെക്കുന്ന സോറോസ് മുന്നോട്ട് വെച്ച് ഇരിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ആഘാതത്തെക്കാൾ കുറവായിരിക്കും ട്രംപിന്റെ ഒരു ഡീപ് സ്റ്റേറ്റ്. കാരണം സോറോസിന്റെ ഡീപ് സ്റ്റേറ്റിൽ നാഷണലിസം ഇല്ല. കാരണം അയാൾ എപ്പോഴും ദേശീയതയ്ക്കെതിരെ നിൽക്കുള്ളൂ. അയാൾ മോദിയുടെ നാഷണലിസം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമല്ലോ. അയാൾ മ്യൂണിക് കോൺഫറൻസിൽ, ദാവോസിലെ കോൺഫറൻസിൽ മോദിയുടെ പേരെടുത്തു പറഞ്ഞിട്ട് സോറോസ് ആ ദേശീയതയ്ക്ക് ഞങ്ങളെതിരാണ്, ആ ദേശീയതയുടെ ഭാഗമാണ് അദാനി, അതുകൊണ്ട് അയാളെയും ശരിപ്പെടുത്തുന്നുള്ള ആ ദേശീയത തന്നെയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ട്രംപ് മുന്നോട്ട് വെക്കുന്ന ദേശീയതയുടെ ഭാഗമാണ് മസ്ക്. അങ്ങനെയുണ്ട്. അപ്പം ട്രംപിനെ ചുറ്റിപ്പറ്റിയ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയുമായി പൊതുവായി ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് രണ്ട്, ഇപ്പോൾ ട്രംപിനെ ആണേലും മോദിയെ ആണേലും മെലോണിയെ ആണേലും എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നെതന്യാഹുവിനെ ആണെങ്കിലും ദേശീയത, സ്വന്തം രാജ്യം, നേഷൻ ഫസ്റ്റ് എന്നുള്ള തിയറിയാണ്. ഇന്ത്യ അതേ വാചകം മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ മറ്റേ പോഡ്കാസ്റ്റിൽ. അമേരിക്ക ഫസ്റ്റ് എന്ന് ട്രംപ് പറയുമ്പോൾ ഇന്ത്യ ഫസ്റ്റ് എന്ന് ഞാൻ പറയുന്നു. ഇതാണ് ഞങ്ങളെ ഒരുമിപ്പിക്കുന്ന ഘടകം. അപ്പോൾ ദേശീയതയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടായാൽ അത് ഒരു തരത്തിൽ ഇന്ത്യക്ക് നല്ലതാണ്. പക്ഷേ ദേശീയതകൾ വേണ്ട, ഒറ്റ ദേശീയത മതി. അത് ഇസ്ലാമിക ദേശീയതയായിരിക്കണം. ലോകം മുഴുവൻ ഇസ്ലാമിക വേൾഡായിട്ട് മാറണം എന്നാഗ്രഹിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റിനെ ചെറുക്കാൻ ഇത്തരം ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മൻഹാട്ടനിലെ മറ്റേ
പാകിസ്ഥാൻ എയർലൈൻസിന്റെ ഹോട്ടലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ന്യൂയോർക്ക് സിറ്റി കൗൺസിൽ കൊടുത്ത സഹായം, അതായത് അമേരിക്കയിൽ സോറോസിന്റെ ഡീപ് സ്റ്റേറ്റ് ആണെങ്കിൽ അമേരിക്കക്കെതിരെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ്. അതെ. ഏതായാലും ഇന്ത്യയിൽ സോറോസിനെതിരെ, സോറോസിന്റെ സ്ഥാപനങ്ങൾക്കെതിരെ ഒഫീഷ്യലി ഡയറക്റ്റ് ആക്ഷൻ മോദി തുടങ്ങി. ഇ ഡി ഉപയോഗിക്കുന്നു, ഇ ഡി ഇറങ്ങി, മോദി പണി തുടങ്ങി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.